നമ്മുടെ കയ്യിലൊരു രാഷ്ട്രീയ റിപ്പോർട്ടുണ്ട്, നിറയെ കണക്കുകളും വിവരങ്ങളും. പക്ഷേ ഈ വരണ്ട കണക്കുകൾക്കപ്പുറം ഒരു കഥയുണ്ട്, സാധാരണ മനുഷ്യരുടെ കഥ. ആ കഥ എങ്ങനെ പുറത്തു കൊണ്ടുവരാം? ഇന്നത്തെ ഈ വിശകലനത്തിൽ ഡേറ്റയ്ക്ക് ജീവൻ നൽകുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: വെറുതെ വിവരങ്ങൾ തരുന്നതിനു പകരം ഒരു വിഷയത്തിൽ ആഴത്തിൽ അറിവുള്ള, പരിചയസമ്പന്നനായ ഒരാളെപ്പോലെ ചിന്തിക്കാനും സംസാരിക്കാനും ഒരു സിസ്റ്റത്തെ എങ്ങനെയാണ് പഠിപ്പിക്കുക? ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ആദ്യം ഡാറ്റയിൽ നിന്ന് തുടങ്ങും, പിന്നെ ഒരു വെർച്വൽ വിദഗ്ധനെ ഉണ്ടാക്കും, അവർക്കുള്ള നിയമങ്ങൾ തയ്യാറാക്കും, കഥയുടെ ഒരു രൂപരേഖയുണ്ടാക്കും, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നേരിൽ കാണും. അവസാനം വൈദഗ്ധികത്തിന്റെ ഭാവിയെക്കുറിച്ച് നമുക്കൊരുമിച്ച് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ മുന്നിലുള്ളത് എന്താണെന്ന് വെച്ചാൽ വളരെ സങ്കീർണമായ, വിശദമായ ഒരു രാഷ്ട്രീയ വിശകലന റിപ്പോർട്ടാണ്. നമ്മുടെ ലക്ഷ്യവും അത്ര ചെറുതല്ല. ഇതൊന്ന് നോക്കൂ. ഇത് വെറും സാധാരണ വാർത്തയൊന്നുമല്ല. ഇഷ്ടംപോലെ ഡേറ്റ, സ്ട്രാറ്റജിക് ഫ്രെയിംവർക്കുകൾ, ഗ്രാഫുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ആ യഥാർത്ഥ കഥ കണ്ടെത്തണം. അതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. അപ്പോൾ ലക്ഷ്യം വളരെ ക്ലിയറാണ്. ഈ കാണുന്ന നമ്പറുകളെയും വാക്കുകളെയും ഒരു 19 മിനിറ്റ് ഡോക്യുമെന്ററിയാക്കി മാറ്റണം. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന, അവരോട് നേരിട്ട് സംസാരിക്കുന്ന ഒന്നാക്കി മാറ്റണം. ഇനി നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് വരുന്നത്. നമ്മൾ വെറുതെ ഡേറ്റയെടുത്ത് വേറൊരു രൂപത്തിൽ വെക്കുകയല്ല ചെയ്യുന്നത്. പകരം ഈ ഡേറ്റയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ, ഒരു വിദഗ്ധനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, ഒരു പുതിയൊരാളെ പരിശീലിപ്പിച്ചെടുക്കുന്നത് പോലെ തന്നെ. അപ്പോൾ എന്താണ് ഈ വിർച്വൽ വിദഗ്ധൻ എന്ന് ചോദിച്ചാൽ, അതൊരു ഡിജിറ്റൽ വ്യക്തിത്വമാണ്. അതിന് സംസാരിക്കാൻ അതിൻ്റെതായ ഒരു ശൈലിയുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്, ചില മൂല്യങ്ങളുണ്ട്. നമ്മൾ പറയുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു പേഴ്സണാലിറ്റി. നമ്മളുണ്ടാക്കിയ ഈ വിദഗ്ധൻ എങ്ങനെയായിരിക്കണം ഒന്ന് നോക്കാം. അദ്ദേഹം ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ്. കണക്കുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ ആളുകളോട് സംസാരിക്കുമ്പോൾ വളരെ സൗമ്യനാണ്. വ്യക്തികളെയല്ല, സിസ്റ്റത്തിലെ പിഴവുകളെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ശാന്തവും പക്വതയുമുള്ള സംസാരം. ഏറ്റവും പ്രധാനം, നിഷ്പക്ഷമായിരിക്കണം. പക്ഷേ ഈ വിദഗ്ധൻ വെറും കണക്കുകൾ പറയുന്ന ഒരാളല്ല. അതാണ് വ്യത്യാസം. നമ്മുടെ നാടിനെയും മണ്ണിനെയും കാലാവസ്ഥയെയും സാധാരണ മനുഷ്യരുടെ ജീവിതത്തെയുമൊക്കെ മനസ്സിലാക്കി അതിൽ നിന്നുകൊണ്ട് കഥ പറയുന്ന ഒരാളായിരിക്കണം. ഏതൊരു വിദഗ്ധനും ചില നിയമങ്ങൾ വേണം, അല്ലേ? എന്താണ് സംസാരിക്കേണ്ടത് എന്നതിനേക്കാൾ പ്രധാനം എന്താണ് സംസാരിക്കാൻ പാടില്ലാത്തത് എന്ന് പഠിപ്പിക്കുന്നതാണ്. തന്റെ അറിവിന്റെ അതിരുകൾ എവിടെയാണെന്ന് അയാൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. നമ്മളിതിനെ ഒരു കണ്ടന്റ് ഫയർവാൾ എന്ന് പറയും. അതായത് ഒരു സുരക്ഷാ കവചം. പറയുന്ന കാര്യങ്ങൾ കൃത്യവും ഉത്തരവാദിത്തമുള്ളതുമായിരിക്കണമെന്ന് ഉറപ്പാക്കാനാണിത്. ഇത് വിശ്വാസമുണ്ടാക്കാൻ വളരെ അത്യാവശ്യമാണ്. അപ്പോ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? പെട്ടെന്ന് നോക്കാം. സംഭാഷണം തികച്ചും മനുഷ്യസഹജമായിരിക്കണം. അതുകൊണ്ട് ചില വാക്കുകൾക്ക് പൂർണ്ണ വിലക്കുണ്ട്. ആദ്യത്തേത് AI. അടുത്തത് മോഡൽ എന്ന വാക്ക്. കാരണം നമുക്ക് വേണ്ടതൊരു ടെക്നീഷ്യന്റെ വിശദീകരണമല്ല, ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ സ്വാഭാവികമായ സംഭാഷണമാണ്. അതുപോലെ തന്നെ പ്രോംപ്റ്റ് എന്ന വാക്കും ഒഴിവാക്കി. കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നത് കഥയിലാണ്, അതുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയിലല്ല. ഇത്തരം വാക്കുകൾ ആ സംഭാഷണത്തിന്റെ ഒഴുക്ക് ഇല്ലാതാക്കും. ഇനിയാണ് ഏറ്റവും കണിശമായ നിയമം. നമ്മുടെ കയ്യിലുള്ള ആ റിപ്പോർട്ട്, അത് മാത്രമാണ് സത്യം. അതിനപ്പുറം ഒരു വാക്കുപോലും സ്വന്തമായി കൂട്ടിച്ചേർക്കരുത്. ഊഹങ്ങൾ വേണ്ട, കണ്ടുപിടുത്തങ്ങൾ വേണ്ട. ഇത് വസ്തുതാപരമായ കൃത്യത 100% ഉറപ്പാക്കാനാണ്. ഓക്കെ, അപ്പം നിയമങ്ങളൊക്കെയായി. ഇനി കഥ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. ഈ വിദഗ്ധൻ വെറുതെ മനസ്സിൽ തോന്നുന്നത് സംസാരിക്കുകയല്ല, കൃത്യമായ ഒരു പ്ലാൻ, ഒരു രൂപരേഖ പിന്തുടരുന്നുണ്ട്. കഥയുടെ ഘടന ഇങ്ങനെയാണ്. ആദ്യം പശ്ചാത്തലമൊരുക്കുന്നു, പിന്നെ ആളുകളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വരുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ പറയുന്നു, എന്തുകൊണ്ടാണിങ്ങനെ സംഭവിച്ചത് എന്ന് വിശകലനം ചെയ്യുന്നു. എന്നിട്ട് മുന്നോട്ടുള്ള വഴി എന്താണെന്ന് നിർദ്ദേശിക്കുന്നു. അവസാനം ഒരു കാഴ്ചപ്പാടും ഒരു മുന്നറിയിപ്പും നൽകി അവസാനിപ്പിക്കുന്നു. കണ്ടില്ലേ, ഒരു കൃത്യമായ ഒഴുക്ക്. സമയവും വളരെ പ്രധാനമാണ്. കൃത്യം 19 മിനിറ്റ്. 1 മിനിറ്റ് കൂടാനോ കുറയാനോ പാടില്ല. ഇത് നമ്മളെ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കാൻ നിർബന്ധിക്കും. വെറുതെ വലിച്ചു നീട്ടാൻ പറ്റില്ല. ഓരോ വാക്കും സൂക്ഷിച്ചുപയോഗിക്കണം. ശരി, ഇത്രയും നേരം നമ്മൾ ഇതിന്റെ തിയറിയാണ് സംസാരിച്ചത്. ഇനി ഇത് പ്രായോഗികമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണണ്ടേ? വെറും ഡേറ്റ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ കഥയായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഈ മാറ്റം വളരെ വ്യക്തമാണ്. റിപ്പോർട്ടിൽ പറയുന്നു, വിജയമാർജിൻ 2.01% കുറഞ്ഞു. ഇതൊരു വരണ്ട കണക്കാണ്. എന്നാൽ നമ്മുടെ ആഖ്യാതാവ് പറയുന്നത് കേൾക്കൂ, ഈ കുറഞ്ഞുവരുന്ന മാർജിൻ ഒരു സംഖ്യ മാത്രമല്ല,
അത് ജനങ്ങളുടെ ഹൃദയമിടിപ്പാണ്. കണ്ടോ, ആ കണക്കിന് പെട്ടെന്നൊരു ജീവൻ വന്നു, ഒരു വികാരം വന്നു. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. റിപ്പോർട്ടിൽ ഇതുപോലൊരു പരാതികളുടെ ഹീറ്റ് മാപ്പ് ഉണ്ട്. ഓരോ സ്ഥലത്തും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരിടത്ത് കുടിവെള്ളം, മറ്റൊരിടത്ത് മോശം റോഡുകൾ, അങ്ങനെ പലതും. ഒറ്റ നോട്ടത്തിൽ ഇതൊരു ലിസ്റ്റ് മാത്രമാണ്. ഇവിടെയാണ് ആ മാജിക് സംഭവിക്കുന്നത്. നമ്മുടെ വെർച്വൽ വിദഗ്ധൻ ഈ ലിസ്റ്റിന് പിന്നിലെ മനുഷ്യരെ കാണുന്നു. തകർന്ന റോഡ് എന്നത് വെറുമൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നമല്ല, അതൊരു കുടുംബത്തിന്റെ സുരക്ഷയെയും ഒരു കർഷകന്റെ ജീവിതമാർഗത്തെയും ബാധിക്കുന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ ആ ഡേറ്റയ്ക്ക് പുതിയൊരർത്ഥം വരുന്നു. അപ്പോ ഇതെല്ലാം നമ്മളോട് എന്താണ് പറയുന്നത്? നമ്മൾ വിവരങ്ങൾ കൈമാറുന്ന രീതിയെ ഇതെങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്? ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ വെറുതെ വിവരങ്ങൾ തരുന്നതിൽ നിന്ന് ഘടനയുള്ള കഥകൾ പറയുന്നതിലേക്ക് മാറുകയാണ്. ഇത് കൃത്യത ഉറപ്പാക്കുന്നു. കാരണം നമ്മൾ സോഴ്സിൽ നിന്ന് മാറുന്നില്ല. ഒരു വ്യക്തിത്വത്തെ ഉണ്ടാക്കുന്നതിലൂടെ വിഷയത്തിന് ആഴം നൽകുന്നു. സുതാര്യമായ നിയമങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കിതിനെ വിശ്വസിക്കാം. ഏറ്റവും പ്രധാനം, ഏതു വിഷയത്തിലും ഇതുപോലുള്ള വിദഗ്ധരെ നമുക്ക് ആവശ്യാനുസരണം ഉണ്ടാക്കിയെടുക്കാം. അപ്പോ നമുക്ക് ഈയൊരു ചോദ്യത്തോടെ നിർത്താം. ഒരു വിഷയത്തിൽ വസ്തുതകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിദഗ്ധനെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ, ഭാവിയിൽ നമ്മൾ ആരെയാണ് വിശ്വസിക്കുക? എന്തുകൊണ്ടാണ് വിശ്വസിക്കുക? ആരുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കാൻ തിരഞ്ഞെടുക്കുക? ഇതൊരു വലിയ ചോദ്യമാണ്, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒന്ന്.